ഇന്ന് എൻ്റെ ഈ ദാരിയൻ യാത്രയുടെ അവസാന ദിനമാണ്. കപ്പുർഗാന എന്ന ഇവിടത്തേക്ക് നെക്കോക്ലി എന്ന ഇടത്തേക്കുള്ള ഒരു കടൽ യാത്ര മാത്രമാണ് ഇനി ബാക്കി. ഇതും കൂടി കടന്നാൽ കഴിഞ്ഞ 6 ദിവസത്തേക്കുള്ള യാത്രയ്ക്കൊരു അന്ത്യം കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഞാൻ എൻ്റെ ദാരിയൻ യാത്ര നിർത്താൻ പോകുന്ന ഇടത്താണ് എല്ലാത്തിൻ്റെയും യഥാർത്ഥ തുടക്കം. അമേരിക്ക എന്ന US-ലേക്ക് ആളുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ അനധികൃത കുടിയേറ്റം. ദാരിയൻ ഗ്യാപ്പിലൂടെയുള്ള യാത്ര വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും താരതമ്യേന ചെറിയ തോതിലായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ഇളവായതിനു ശേഷം നെക്കോക്ലി എന്ന നഗരത്തിലേക്ക് ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ കൂടി. ഈ കാലഘട്ടത്തിൽ ദാരിയൻ റൂട്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടി. 2022-2023 കാലഘട്ടത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ദാരിയൻ ഗ്യാപ്പ് കടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. വെനസ്വേല, ഹൈത്തി, ആഫ്രിക്ക, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ കൂടുതലും. ഇന്ത്യയിൽ നിന്ന് സ്വന്തം വീടും പറമ്പുമൊക്കെ വിറ്റ് പലരും സുരിനാമെ അല്ലെ ബ്രസീലിൽ ആഫ്രിക്ക വഴിയോ യൂറോപ്പ് വഴിയോ എത്തും. അവിടുന്ന് കാട് വഴി ബ്രസീൽ, പെറു, എക്വഡോർ, കൊളംബിയ, ദാരിയൻ കടന്ന് പനാമയിലേക്ക്, പനാമ കയറി മറ്റുള്ള രാജ്യങ്ങൾ കടന്ന് അവിടുന്ന് മെക്സിക്കോ, അവിടുന്ന് കാണുന്ന കാർഗോ ട്രെയിൻ മാർഗം അമേരിക്കൻ ബോർഡറിലേക്ക്. ഇന്ത്യയിലെ പഞ്ചാബിൽ നിന്ന് ലക്ഷങ്ങളോളം ചെറുപ്പക്കാരാണ് ഈ അടുത്ത വർഷങ്ങളിൽ ഇങ്ങനെ നാട് കടന്നത്. അവർ വരുന്ന വഴിയിൽ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം, ചിലപ്പോൾ പോലീസിൻ്റെ പിടിയിലാകാം. 50-60 ലക്ഷം വരെ ചിലവഴിച്ച പലരും മെക്സിക്കോ വരെ എത്തി അമേരിക്കൻ മതിലരികിൽ എത്തിയെങ്കിലും അത് കടക്കാൻ കഴിയാതെ പോലീസിൻ്റെ പിടിയിലായവരുണ്ട്. അതിൽ വളരെ ചുരുക്കം ചിലർ മറ്റുള്ള ബാക്കി രാജ്യങ്ങളും കടന്ന് അമേരിക്കയിലെത്തും. കടക്കുന്നതാകട്ടെ അതിസാഹസികമായി കാടുകളും സമുദ്രങ്ങളും കടന്ന്. പക്ഷേ ഇവരിൽ പലരും ഈ കഴിഞ്ഞ നാളുകളിലായി ട്രംപിൻ്റെ ഇമിഗ്രേഷൻ പോലീസിൻ്റെ പിടിയിലായി നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാർ മാത്രമല്ല, ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അമേരിക്കയിൽ അഭയാർത്ഥികളിൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. പലരുടെയും ലക്ഷ്യം ബോർഡർ കടന്ന് അമേരിക്കൻ പോലീസിൻ്റെ പിടിയിലായി അഭയം പ്രാപിക്കുക എന്ന ലക്ഷ്യമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഇപ്പോൾ യാത്ര തുടങ്ങുന്നത് കപ്പുർഗാന എന്ന ടൗണിൽ നിന്നാണ്. നിക്കോക്ലിയിൽ ബോട്ട് വഴി ആദ്യം ആളുകൾ ഇവിടെ എത്തും. എന്നിട്ട് ഇവിടുത്തെ റെഫ്യൂജി ക്യാമ്പിൽ അഭയം തേടും. ഇവിടെ പരിചയപ്പെടുന്ന മറ്റുള്ളവരോടൊപ്പം ഒരുമിച്ചുകൂടി കാട് വഴിയോ കടൽ വഴിയോ പനാമയിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നത് ടെൻറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എവിടെയാണ്. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു റെഫ്യൂജി സ്ഥലമാണ് കേട്ടോ. അതായത് അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് പോകാൻ വരുന്ന ആളുകളെല്ലാം റെഫ്യൂജി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിലെ തന്നെ നല്ല മഴയാണല്ലോ പടച്ചോനെ, ഫുള്ള് മഴ കേട്ടോ ഇവിടെ. ഓൾ ദി ബെസ്റ്റ് ബ്രോ. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ യാത്ര തുടങ്ങുകയാണ് ബ്രോ. ബൈ, ഗ്രാസിയാസ്, ഓൾ ദി ബെസ്റ്റ്. പുള്ളിക്കാരൻ്റെ മകളും ഉണ്ട്. അവരെല്ലാവരും അമേരിക്കയിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെയാണ് അമേരിക്കയിലോട്ട് പോകാനായിട്ടുള്ള എല്ലാ ആൾക്കാരും വരുന്നത്. നമ്മൾ പനാമയിൽ കൂടെ കൊളംബിയയിലോട്ട് പോകുന്നു. ഇവിടെയുള്ള ആളുകളെല്ലാം പോകുന്നത് കൊളംബിയയിൽ നിന്ന് പനാമയിലോട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ഗ്രാസിയാസ്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഈ കാണുന്ന സ്ഥലത്താണ് റെഫ്യൂജികളെല്ലാം വന്ന് ചേരുന്നത്. ഇവിടെ നിന്ന് ഇവർ ചരിത്രപരമായിട്ടുള്ള കാട്ടിലൂടെയുള്ള ജേണിക്ക് വേണ്ടി പോകും. നമ്മൾ യാത്ര തുടങ്ങുവാണ്. ആ ജേണിയുടെ ഭാഗമായിട്ടുള്ള കുറേ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. കാട്ടിലൂടെ പോകുന്ന ചിത്രങ്ങളും സംഭവങ്ങളും. മഴയായിട്ട് ചെണ്ടും ഇതൊക്കെ ആയിട്ട് കിടക്കുവാണ് കേട്ടോ, വെള്ളവും ചെളിയും. നമ്മൾ ബോട്ടിലോട്ട് പോവാണ്. ബോട്ട് 8 മണിക്കാണ് പോകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 8:30 നമ്മൾ ആരും വിളിക്കാനും വന്നില്ല അവിടെ നിന്ന്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ബോട്ടിലോട്ട് നമ്മൾ സ്വന്തമായിട്ട് നടന്നു പോയി കപ്പിത്താനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. നമ്മളങ്ങനെ ബീച്ച് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ ടൂറിസ്റ്റൊക്കെയായിട്ട്. എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പലരും പലയിടത്താണ് കിടന്നത്. ചിലയിടത്ത് റെഫ്യൂജി സ്ഥലത്ത് കിടന്നു, അവിടെ 4-5 പേര് കിടന്നുള്ളൂ. ബാക്കി എല്ലാവരും ഹോട്ടലിലാണ് കേട്ടോ കിടന്നത്. എല്ലാവരും എന്താണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ആളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് വെയിറ്റ് അവ എടുക്കുവാണ് കേട്ടോ. പാവം, അവന് വെയിറ്റ് ഇല്ല. 10 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. വെയിറ്റ് നോക്കിയിട്ട് അവർ സ്റ്റിക്കർ ഒട്ടിക്കും കേട്ടോ. പടച്ചോനെ, 10 കിലോ. സോളോ
നമ്മുടെ ബോട്ടിൽ കയറാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ എമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഇല്ലീഗലായതുകൊണ്ട് അവർക്ക് എന്തൊക്കെ എമിഗ്രേഷനിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ബോട്ട് ആ കാണുന്നതാണ് കേട്ടോ. കടൽ കുറച്ച് ശോഭിച്ചാണ്, അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളൊക്കെ ആയിരിക്കും. കുറേ ടൂറിസ്റ്റുകൾ, കുറേ എമിഗ്രൻ്റ്. ഇവിടെ എന്തോ ഗെയിം കളിക്കുകയാണ് കേട്ടോ ആൾക്കാർ. കുറേ പേരുടെ പൈസ പോയി, കുറേ പേരുടെ പൈസ കിട്ടി. ആൾക്കാരെന്തൊക്കെ അനൗൺസ് ചെയ്ത് കയറ്റുവാണ്. ടീമിന് എല്ലാരെയും പേര് വിളിച്ച് പോവാണ്. ഫൈനലി ലിക്കോക്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഇവിടെ നിന്ന് ബോട്ട് കയറി പോവാണ് കേട്ടോ. നമ്മളെല്ലാവരും ബോട്ടിൽ കയറി. ഇവിടെ നമുക്ക് $35 കേട്ടോ കൊടുക്കേണ്ടത്. ഏകദേശം 3300 രൂപ അടുപ്പിച്ച്, 3400 രൂപ അടുപ്പിച്ച് കൊടുക്കണം. കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ക്യാപ്റ്റൻ മോളിലാണ്. ബോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഇതിൽ കയറി. നമ്മുടെ ബോട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. എന്തോ പറ്റി കേട്ടോ. ഫുള്ള് വെള്ളം അടിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇട്ടു, എൻ്റെ ചാക്കെടുത്ത് ദേഹത്തിട്ടു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ നടുക്കാണ് നമ്മുടെ ബോട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത്. ഇങ്ങനെ നിർത്തിയിട്ടപ്പോഴാണ് കേട്ടോ തിര വന്നടിച്ച് നമ്മുടെ ബോട്ട് മറിഞ്ഞത്. നമ്മുടെ അല്ല, ഞാൻ ഉണ്ടായിരുന്നതിന് മുന്നേ അവരുടെ ബോട്ട് മറിഞ്ഞ് 3 പേര് മരിച്ചത്. ഇതെന്ത് പറ്റിയാന്തോ കേട്ടോ. Finally, estamos en el muelle, no lo quitamos. Suben que el equipaje lo llevan allá arriba. Los baños están a mano izquierda de ustedes. Finally, ലിക്കോക്ലി എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിഷൻ സക്സസ്ഫുൾ. നമ്മുടെ ലിക്കോക്ലിയിൽ കയറി വരുമ്പോൾ നമ്മുടെ മാതാവിൻ്റെ ഒരിതാണ് കേട്ടോ, സ്റ്റാച്ചു ആണ്. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. ലിക്കോക്ലി എന്ന് പറയുന്നത് ഒരു ബീച്ച് ടൗൺ ആണ്. എൻ്റെ ബാഗെല്ലാം നനഞ്ഞ് കൊമന്ന് കേട്ടോ ബാഗ് കിട്ടിയപ്പം. അവസാനം നമ്മുടെ ലിക്കോക്ലിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള വഴികളായിട്ട് ഓരോ ആൾക്കാരായിട്ട് പോവുകയാണ്. ഞാനും ഇവരടുത്ത് എല്ലായിടത്തും വിട പറഞ്ഞിട്ട് ഞാനും പോവുകയാണ് കേട്ടോ. ഞാനും എൻ്റെ സ്ഥലത്തോട്ട് കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ എല്ലായിടത്തും ഞാൻ വിട പറഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയാണ് കേട്ടോ. പുറത്ത് എല്ലായിടത്തും ഫുള്ള് സോങ്ങും പാട്ടും ആണല്ലോ. എനിക്ക് സത്യത്തിൽ എങ്ങനെ പറയണമെന്ന് പറഞ്ഞോളൂ. ഭയങ്കര ഹാപ്പി കേട്ടോ. സേഫായിട്ട് എത്തി. ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി ഏകദേശം 6 ദിവസം എനിക്കൊന്ന് എടുത്തു എന്ന് തോന്നുന്നു.
ഇതെല്ലാം വേറെ ഇത് ഞാൻ വീഡിയോയിൽ ചിത്രീകരിക്കാത്ത കുറേ നിമിഷങ്ങളുണ്ട്. ഈ എമിഗ്രൻസൊക്കെ സന്തോഷപൂർവ്വം എന്താ പറയുക മാതാവിനെ തൊടുന്നതും സന്തോഷം കൊണ്ട് വിളിക്കുന്നതും നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ കാണാൻ അതിമനോഹരമാണ് കേട്ടോ. യെസ്, ഞാനെത്തി. അപ്പോൾ ഞാനിനി ബാറങ്കോല എന്ന് പറയുന്ന കരീബിയൻ ഭാഗത്ത് തന്നെ നമ്മുടെ അറ്റ്ലാന്റിക് ഭാഗത്ത് തന്നെ വേറൊരു നഗരത്തിലോട്ട് പോവാണ്. ഒരു 6-8 മണിക്കൂർ ബസ് യാത്ര ഉണ്ട്. എല്ലാം കൂടെ 2-3 ബസ്സിലായിട്ട് പോകണം. അവിടെ ഞാൻ വേറെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആര് സുഹൃത്തെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഗസ് ചെയ്യും, നിങ്ങൾ ഗസ് ചെയ്യും. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഐ എം വെരി ഹാപ്പി. നിങ്ങളുടെ കുറേ പ്രാർത്ഥനകളുണ്ട്, അതിനെല്ലാം വലിയൊരു നന്ദി. ഏതോ ഒരു ട്രാൻസ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മൊണ്ടറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ. പുറത്ത് നല്ല വെയിൽ. ഇതാണ് കേട്ടോ നമ്മുടെ ബസ്. നമ്മുടെ ബസ് വേറെ 30 കിലോമീറ്റർ മാത്രമേ വന്നുള്ളൂ കേട്ടോ. അവിടെ പാലം എന്തോ പൊളിഞ്ഞ് കിടക്കുവാണ്. അതുകൊണ്ട് ബസ് ഇവിടം വരെ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ബസ്സിൽ കയറി പോകണം. കാണുന്ന പുഴയിൽ കൂടെ കടന്നു വേണം നമ്മൾ പോകാനായിട്ട്. ഇവിടുത്തെ പാലം എല്ലാം തകർന്ന് നടക്കും. ഇവിടെ കുറേ ഇടത്ത് കുതിരയെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ഇവിടെ പാലത്തിൽ കൂടെ നടക്കുന്നതിനും പൈസ കൊടുക്കണം. പടച്ചോനെ, പാലത്തിൻ്റെ ബ്രിഡ്ജിലൂടെ നടക്കുന്നതിന് ഇവിടെ പാലത്തിലൂടെ പോയി കിടക്കുന്നതിന് ഏകദേശം 150 രൂപ കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നതിന് എന്തെല്ലാം അവസ്ഥ. ഞാനാണെങ്കിൽ സുഖമായിട്ട് അതിലൂടെ ചാടി പോയാനാട്ടോ. 150 രൂപ ലാഭിക്കാൻ വേണ്ടി. ഇവിടെ എല്ലാം റോഡെല്ലാം പൊട്ടിയിരിക്കുകയാണല്ലോ. അതോ ഈ കാണുന്നതാണ് കേട്ടോ ബ്രിഡ്ജ്. ഇവർക്കൊന്ന് ബ്രിഡ്ജ് നേരെ പണിതൂടെ. ഇനി അടുത്ത 2ാമത്തെ വണ്ടി എടുത്തു. ഇതാ പോകുന്നു. സ്ഥലത്ത് റോഡും ഇല്ല, കുണ്ടും കുഴിയായിട്ടുള്ള റോഡും സംഭവങ്ങളും. നമ്മളിനി അടുത്തതാണ്ട് പാലം എന്തോ പൊളിഞ്ഞ് കിടക്കണം കേട്ടോ. അവിടുത്തെ പാലവും പൊളിഞ്ഞ് കിടക്കും. കൊളംബിയ റോഡുകളെല്ലാം പ്രശ്നമാണല്ലോ. ആ പാലത്തിന് ഇത് കണ്ടില്ലേ, ഇത് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ സാധനങ്ങൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെയുള്ള റോഡുകളും എല്ലാം എനിക്ക് തോന്നുന്നു ഇത് ഫ്ലഡ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഇവിടെ തന്നെ എന്തോ ആളുകളും അതിലിരുന്ന് പോകുന്നുണ്ട്. ഇവിടെ ഫ്ലഡ് വന്നു. അത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, എന്തോ മൊണ്ടേരിയ ഭാഗത്ത് ഫ്ലഡ് വന്നു. ആ ഫ്ലഡിൽ തകർന്നേ ആയിരിക്കണം കേട്ടോ. ഇവിടെ എല്ലാം തകർന്ന് നടക്കുന്നുണ്ടില്ലേ. എനിക്കൊന്ന് ഫ്ലഡിൽ പാലം ഒലിച്ചു പോയതാ. Severe flooding across parts of Colombia, leaving tens of thousands of families displaced. Authorities say the situation remains critical in several departments, and according to the National Unit for the Destruction, drone footage reveals vast agricultural lands underwater. Downstream, displaced residents. കുറേ കൊല ഉണ്ട് കേട്ടോ. വരുന്ന വഴിയിൽ ധാരാളം വാഴക്കൊലകൾ ധാരാളം കാണാൻ സാധിച്ചു. ഈ രാജ്യത്ത് കോഫി പ്ലാന്റേഷൻസ് ഉണ്ട്, പിന്നെ ബനാന എക്സ്പോർട്ട് ഉണ്ട്. പിന്നെ ഇവർക്ക് അത്യാവശ്യം ലാറ്റിൻ അമേരിക്കയിലെല്ലാം വൺ ഓഫ് ദ വലിയൊരു എക്കോണമിയാണ് കേട്ടോ ഈ രാജ്യത്തിന്. കാരണം ഇവർക്ക് ഓയിലും സംഭവങ്ങളൊക്കെ ഉണ്ട്. വെനിസുലയുടെ അത്ര ഇല്ലെങ്കിലും എന്നാലും ഉണ്ട്. പാലം കണ്ടില്ലേ, ബൈക്കിന് മാത്രം കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ വേറെ വഴി തന്നെ പോകണം. എൻ്റെ തലവൊക്കെ നമ്മുടെ കക്കൂസിലടിക്കുന്ന ബ്രഷില്ലേ, ആ ബ്രഷ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു തമാശ രീതിയിൽ പറഞ്ഞാണ്. ഞാൻ രാവിലെ ഇന്നലെ തൊട്ട് സത്യത്തിൽ ഒന്നും കഴിച്ചില്ല. ബനാന, പഴം. ഒക്കെ നമ്മുടെ കൊലയാണ്. അവിടെ കൊലയിൽ ഊഞ്ഞാല് പോലെ തൂക്കി കെട്ടിയിട്ടേക്കുന്നുണ്ടോ, അതിൽ തന്നെ മനുഷ്യരും പോകുന്നുണ്ട്. ഞാൻ കൺഫേം ചെയ്ത കേട്ടോ. ഇവിടെ ആക്ച്വലി ഫ്ലഡ് വന്ന് കുറേ പാലം എല്ലാം ഒലിച്ചു പോയി. കൊളംബിയയിൽ വലിയ ഫ്ലഡ് ഉണ്ടായിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ എന്തോ ആയാണ് കേട്ടോ സംഭവം. അപ്പം അങ്ങനെയാണ് ഇതാണ്ട് ഈ കാണുന്നതെല്ലാം സംഭവിച്ചത്. ഇനി നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് വേറെ ബോട്ടെടുത്ത് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറേ ദിവസമായി ബോട്ടിൽ പോയി ഞാൻ മടുത്തു സത്യത്തിൽ. എല്ലാ ദിവസവും ബോട്ട്. ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ കുറേ നാൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ബോട്ടൊക്കെ എടുത്ത് യാത്ര ചെയ്യുന്നത്. ഞാൻ 6 ദിവസമായിട്ട് ബോട്ടിലല്ലേ. ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടുണ്ടെങ്കിലും ബോട്ടിലാണല്ലോ. ഞാൻ 6 ദിവസമായിട്ട് വെള്ളത്തിലാണല്ലോ.
നോക്കിയേ അവിടെ എന്താ അവസ്ഥ കേട്ടോ, വലിയ ഫ്ലഡാണ് കേട്ടോ ഇവിടെ എല്ലാം നടന്നത്. നമ്മുടെ കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ, ഇപ്പുറത്തെ കരയിൽ അങ്ങനെ അവസാനം എത്തി. ഇനി ഇതിനും പൈസ കൊടുക്കണം. ഇതിനും തൊട്ടപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്യുന്നതിന് ഒരു 150 രൂപ കൊടുക്കണം കേട്ടോ. എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ ഈ ചെളിയിൽ കൂടെ നീന്തി വന്നേനാ. അങ്ങനെ അവരൊരു പാലയിട്ട് വന്നു, എല്ലാവരും നടന്നു പോവാണ്. യെസ്, ഞാനിവിടെ നിന്ന് ചാടാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഈ ബാഗും വെച്ച് അപ്പൊ പറഞ്ഞ് ചാടി അതിന്റെ ചന്തി വെള്ളാവുന്നതാണ്. അയ്യോ ചേട്ടാ, കേട്ടോ എത്ര കർഷകരുടെ കൃഷിയായിരിക്കും നഷ്ടപ്പെട്ടത്. കൊലകൃഷി എല്ലാം നഷ്ടപ്പെട്ടാണ്. വാഴക്കൊല വൺ ഓഫ് ദി ബിഗ് കൃഷിയാണ് കേട്ടോ ഈ ഒരു രാജ്യത്ത്, കൊളംബിയയില്. അടുത്ത ഭാഗത്തോട്ടുള്ള അടുത്ത വണ്ടി വന്നു ചേട്ടാ. എനിക്ക് നേരത്തെ മാംഗോ ജ്യൂസ് വാങ്ങിച്ചു വന്നപ്പം ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തു ചേട്ടന്. നല്ല ടേസ്റ്റ് കേട്ടോ, കാരണം വിശപ്പ്. മുട്ടയാണ് കേട്ടോ അതിൻ്റെ അത്. ആരുടെ കമന്റ് വായിച്ചു, മുട്ടയും പാലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിക്കണേന്ന്. മുട്ടയും പാലൊന്നും കിട്ടാനില്ല കേട്ടോ, ഒന്നും ഞാൻ വാങ്ങിച്ചു കഴിച്ചാണ്. 6 ദിവസം ബോട്ടിലല്ലേ ആണോ ഈ കാര്യം. ഞാനിത് ഒഴിക്കുന്നതുകൊണ്ട് അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ ഏരിയയാണോ ഒഴിക്കുന്നത്. ബ്രോ പറഞ്ഞു നോ, ഇന്ത്യ നോ തോപ്പിക്കാ. പുള്ളിക്കാരൻ പറഞ്ഞു ഇന്ത്യക്കാരനാണ് അവൻ, കുഴപ്പമില്ല കേട്ടോ. അയ്യോ ഭയങ്കര കാര്യം. എന്തോ കാർണേ എന്നൊക്കെ പറയുന്നു. മനസ്സിലായി, പുള്ളിക്കാരൻ പറഞ്ഞു കാർണേ. ഓക്കെ കാർണേ യാ മീ ഓക്കെ കാർണേ യെസ് സി ഇന്ദു മീ സുർദ ഇന്ത്യ കാർണേ സി നോർത്ത് ഇന്ത്യ കാർണേ. പുള്ളിക്കാരി നേരത്തെ കുറെ നേരമായിട്ട് കാർണേ എന്ന് വെച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല അവൻ കഴിക്കൂല, അവന് അതല്ല വേണ്ടത്. എന്നിട്ടിപ്പം പറയാം ഇന്ത്യക്കാരനാണ്, അവ അത് കഴിക്കൂല. അപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ, കാരണം എന്ന് പറഞ്ഞാൽ ബീഫാണ്. എന്തെങ്കിലുമൊക്കെ ഉള്ള ഭക്ഷണം 2 ദിവസത്തിന് ശേഷം ഞാൻ കഴിച്ചു. ഇത് ഒന്നിന് വരുന്നത് 2000 ആണ്. 2000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 50 രൂപയാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് വരുന്നത്. ഇവിടെ കുറേ പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇപ്പം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ, ഫില്ലാവാൻ വേണ്ടി നിർത്തിയിരിക്കുക. ഫ്ലഡ് എല്ലായിടത്തും വന്ന് നമ്മൾ ഏതൊക്കെ കാട്ടിലൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അതാ നാറ്റം പറഞ്ഞാൽ ഭയങ്കര എല്ലാ വാഴപ്പണകളും വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ, ഫുള്ള് വെള്ളം കയറി. വരുന്ന വഴി ഫുള്ള് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ മൊണ്ടേറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ബൈക്കാണ്, ആർക്കും ഹെൽമെറ്റ് ഇല്ല കേട്ടോ. അങ്ങനെ മൊണ്ടേറിയ എന്ന് പറയുന്ന നമ്മുടെ നഗരത്തിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഏകദേശം 150 കിലോമീറ്ററോളം സഞ്ചരിച്ചു. 150ഓളം പല വണ്ടികളിലായിട്ട് കയറി. ഇതാ ഇവിടെ ഇവരുടെ കുറേ ചിത്രങ്ങൾ. വരുന്ന വഴി ധാരാളം റബ്ബർ പ്ലാന്റേഷൻസ് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ എൻ്റെ സൗത്ത് അമേരിക്കയിലെ ആദ്യത്തെ രാജ്യമാണ് കേട്ടോ. ഇത്രയും ലാറ്റിൻ അമേരിക്കയിലെ കുറേ രാജ്യം കഴിഞ്ഞു, ബട്ട് ഇത് സൗത്ത് അമേരിക്കയിലെ രാജ്യമാണ്. അതായത് ഞാൻ പുതിയ ഭൂഖണ്ഡത്തിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അമിഗോ tu nombre? Elvin Sanchez ആണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്. ഇവിടെ നമ്മുടെ ബസ് സ്റ്റേഷൻ, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. കുറേ ആൾക്കാരുണ്ടല്ലോ. ബറങ്കോല പോകാനായിട്ട് 6 മണിക്കൂറോളം യാത്ര ചെയ്യണം. ബറങ്കോലയിൽ ഇപ്പൊ കാർണിവൽ നടക്കുവാണ്, അതുകൊണ്ട് കൂടുതൽ തിരക്കും കാണും. കിട്ടിയ എന്തോ സാധനമൊക്കെ വാങ്ങിച്ചു കഴിച്ചു, 2 എണ്ണം വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബറങ്കോല ഇവിടെ ഒരു മിനി വാന്. ഇവിടെ കുറേ ബസ്സുകൾ കിടപ്പുണ്ട്. ഇതിലേതോ ആണ് എൻ്റെ ബസ്. നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. നല്ല മണം കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്. ഇതിന് ഏകദേശം 3000 രൂപയാണ് കേട്ടോ 6 മണിക്കൂറിന്. ബസ് പൊക്കുമ്പോൾ നല്ല വില താന്നു പോകുന്നു കേട്ടോ.
എനിക്ക് പോയിട്ട് വേണം ഒന്ന് കുളിക്കാൻ. നാളെ രാവിലെ ഇനി എത്തുള്ളൂ. വെളുപ്പാകത്ത് 2:30 എത്തും. എൻ്റെ ഉറക്കമെല്ലാം പോയി കുളിച്ച് തുണിയെല്ലാം ഒന്ന് നനച്ചൊന്ന് വൃത്തിയായി ഒന്ന് വൃത്തിയാവണം കേട്ടോ. അതാണ് എൻ്റെ പ്ലാന്. പിന്നെ എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെർമിനലിൽ വന്നു. ഇനി രാത്രി ഇവിടെ ബസ്സൊന്നുമില്ല, ടാക്സിയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രീപെയ്ഡ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ പൈസ കൊടുത്തിട്ട് വേണം ടാക്സിയിൽ ബുക്ക് ചെയ്ത് പോകാൻ. പക്ഷെ എൻ്റെ അടുത്ത് പൈസയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് കൊടുപ്പിക്കാം, ഞാൻ ടാക്സി എടുക്കട്ടെ അവിടെ എത്തിയിട്ടെന്ന് പറഞ്ഞു. നീ ഫോറിനർ ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ റോബ് ചെയ്യപ്പെടും, നീ അങ്ങനെ ചെയ്തോ, അവിടെ പോയിട്ട് ഫ്രണ്ട് പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ ബസ് ടിക്കറ്റിന് എൻ്റെ അടുത്ത് പൈസ ഇല്ല, കാരണം എൻ്റെ ഡോളർ ചെയ്തിരുന്നില്ല. നേരെ ബസ് കണ്ടു, ചാടി കയറി. എന്നിട്ട് ഞാൻ ഒരു മലയാളി ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഒന്ന് പൈസ അയച്ചു തരാമോ, ഇനി ഞാൻ നാളെ രാവിലെ ഡോളർ ചേഞ്ച് ചെയ്തിട്ടാണോ അത് ചേട്ടന് തിരിച്ചയച്ചു കൊടുക്കാനായിട്ട്. ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നല്ലത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം പെട്ടെന്ന് എത്തി. ഇനി പോയി ഒരു 40-30 കിലോമീറ്റർ ടാക്സിക്ക് നമ്മുടെ നാട്ടിലെ ഒരു 1350 രൂപ കേട്ടോ. 1350 രൂപയാണ്. കുഴപ്പമില്ല, പോട്ടെന്ന് വിചാരിച്ചു. ഞാൻ ബസ്സിൽ ഇനി വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ, നല്ല ടയർഡ് കേട്ടോ. ഗ്രാസിയാസ്. കൗണ്ടറിൽ ഇരുന്ന ചേച്ചി എന്നെ സഹായിച്ചു. പുള്ളിക്കാരൻ വീണ്ടും പൈസ കൂടുതൽ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പോണില്ലാന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, പാവം പൈ അവനെ കൊണ്ടുപോകുന്നു പറഞ്ഞ് അങ്ങനെ 50,000, അതായത് ഒരു 1350 രൂപയ്ക്ക് 50,000 എന്ന് പറയുമ്പോൾ കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 1250 രൂപയ്ക്ക് എന്നെ കൊണ്ടുപോവാണ് കേട്ടോ. എല്ലായിടത്തും പാട്ടും ഡാൻസും ഫുള്ള് പാർട്ടി കേട്ടോ. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ്. അതിന്റെ സൗണ്ടും പാർട്ടിയും എല്ലാം ഇവിടെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഫുള്ള് പാർട്ടി വൈബാണ് ഇവിടെ, ക്ലബിങ്. Hola. Buenas noches, oiga. Buenas.